നമ്മൾ കടന്നു പോകുന്നത് 7-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന, അതല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ കളിയാക്കാറുള്ള 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഏതാനും നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോ തിരിച്ചു പോകുന്നത് അങ്ങ് മക്കയുടെ മണലാരണ്യങ്ങളിലെ ബദറിന്റെ ആ ഒരു രംഗത്തേക്കാണ്. ആ ബദറിന്റെ രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബത്തും ബദറിന്റെ തലേ ദിവസം മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് ചേരുന്ന രംഗം ചരിത്രം നമ്മളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകനോട് സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഒരു കടലിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. ഒരിക്കലും മൂസാ നബിയോട് തൻ്റെ സമൂഹം പറഞ്ഞ രൂപത്തിലുള്ള ഒരിക്കലുമുള്ള വികലമായ വാദങ്ങൾ ഞങ്ങൾ പറയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് 7-ാം നൂറ്റാണ്ടിന്റെ ബദറിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ അചഞ്ചലമായ, ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അചഞ്ചലമായ പ്രതീകമായിരുന്നു ബദർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിക്കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്.